ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ ബോൾസം ചെടികൾക്ക് നമ്മൾ മഴക്കാലത്ത് കൊടുക്കേണ്ട പരിപാലനം എന്തൊക്കെയാണ്, അതുപോലെ മെയിനായിട്ടുള്ള വളപ്രയോഗം, അതുപോലെ ഇതിൻ്റെ കംപ്ലീറ്റ് കെയർ എന്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ട്, ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റ് വയലറ്റ് നിറത്തിലുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വാട്ടറിങ് വെള്ളം നമ്മൾ ഡെയിലി നന്നായിട്ട് നനച്ച് കൊടുക്കേണ്ട ഒരു ചെടിയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് ഒരു കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫിലൊന്നും തട്ടാനും ഇടവരുത്തരുത്. അപ്പം നല്ല റെയിനി സീസണൊക്കെ ആകുമ്പോൾ ഇപ്പോൾ അത്യാവശ്യം മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മുടെ ഈ ഒരു ചെടികളിൽ പൂപ്പല് പോലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ചുവട് ഭാഗമൊക്കെ അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഈ കാണുന്ന പ്രോഡക്റ്റാണ് സാഫ് എന്ന് പറയുന്നത്. അടിപൊളി ഒരു ഫംഗിസൈഡാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമുക്കിത് പൊടിയായിട്ട് വേണമെങ്കിലും അതുപോലെ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് അപ്ലൈ ആവുന്നതാണ്. ബ്ലൂ കളറിലുള്ള പൊടിയാണ്. അപ്പോൾ മഴക്കാലങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു ചൈനീസ് ബോൾസം പ്ലാന്റ്സിൻ്റെ ചുവട് ഭാഗത്തൊക്കെ പൂപ്പ് വന്നിട്ട് അത് അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം എന്താ നമ്മൾ ഇതുപോലെ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് അഴുകിപ്പോയതാണ്. അപ്പോൾ ഇതുപോലെ തണ്ടിലും ചെറിയ ചെറിയ ഡാമേജുകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മളിതിൽ ചെയ്യേണ്ട കാര്യം ഈ ഒരു സാഫ് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിയാക്കിയത് ഇതുപോലെ നമ്മുടെ ഒരു പ്ലാന്റ്സിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതെല്ലാം കൊണ്ട് ഡൈല്യൂട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക, കണ്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇടുന്നതെന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിന് വരുന്ന യാതൊരു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് എല്ലാം തന്നെ മാറിക്കിട്ടാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്നിട്ട് നമുക്ക് അതുപോലെ ലൈറ്റായിട്ടൊന്ന് നനച്ചിട്ട് കൊടുക്കാം, കണ്ടോ. അതായത് ഇത്ര മതിയാവും, കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് സാഫ് നമ്മുടെ പ്ലാന്റ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇതിന് വരുന്ന ഇൻഫെക്ഷൻസും ബാക്കി എല്ലാം മാറിക്കിട്ടി നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബോൾസം പ്ലാന്റ്സിന് മാത്രമല്ല, മറ്റേ ഏത് പ്ലാന്റ്സിനും ഓർക്കിഡ് പ്ലാന്റ്സിനും മറ്റുമൊക്കെ ഇതുപോലെ ഇങ്ങനെ പൂപ്പലുകൾ വരാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്കിതുപോലെ സാഫ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നോർമൽ ബോൾസം പ്ലാന്റ് ആണ്. അപ്പം ഈ ബോൾസം പ്ലാന്റ്സ് ഒക്കെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സിൽ നമുക്കിപ്പം കിട്ടുന്നതാണ്. മെയിനായിട്ട് ഞാൻ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് സീഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊക്കെ നമ്മൾ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് പുതിയ പുതിയ തൈകൾ ഒരുപാട് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് ഒരുപാട് ബ്രാഞ്ചസ് ആവുകയും ചെയ്യും പെട്ടെന്ന്. അതുപോലെ അധികം ഹൈറ്റിൽ വളരാതെ തന്നെ ഫ്ലവറിങ് ആവുകയും ചെയ്യും. അതുപോലെ ബോൾസം പ്ലാന്റ്സ് നമ്മൾ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും പുതിയ പുതിയ കളേഴ്സ് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3-4 വെറൈറ്റി കളേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അതെല്ലാം ഒരുപാട് പുതിയ കളേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പൂവിൻ്റെ സെൻറ്റർ പോർഷനിൽ കാണുന്നതാണ് നമ്മുടെ പൂവിൻ്റെ സീഡ് എന്ന് പറയുന്നത്. അപ്പം ചെടിയുടെ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലുതായിട്ട് വന്നിട്ടാണ് നമുക്ക് വിത്തായിട്ട് കിട്ടുന്നത്. ഈ ഒരു പ്ലാന്റ് വിത്തിൻ്റെ പ്രത്യേകത എല്ലാ സമയത്തും നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് വിത്ത് കിട്ടില്ല. നല്ല ഭംഗിയായിട്ട് ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റ്സ് എന്ന് പറയുന്നത്. പല വെറൈറ്റി കളർ ബോൾസം പ്ലാന്റ്സ് നമ്മൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. ഒരു ചെടിയുടെയൊക്കെ പ്രത്യേകത പൂക്കൾ വിരിച്ച് തീരുന്നതനുസരിച്ച് വീണ്ടും കണ്ടോ പുതിയ പുതിയ മുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റൊക്കെ ഞാൻ കണ്ടോ ശിഖരങ്ങളായിട്ട് നിൽക്കുകയാണ്. ഞാൻ ചെറിയൊരു പോട്ടിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ എൻ്റെ ലീഫി പ്ലാന്റ്സിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഇതുപോലെ ഫ്ലവറിങ് ആയിട്ടുള്ള നമ്മുടെ ബോൾസം പ്ലാന്റ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയാണ് നമുക്ക് കാണാനായിട്ട്. അടുത്തൊരു കളറാണിത്. ഇത് നമ്മുടെ വൈറ്റ് കളർ ബോൾസം പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതുമെല്ലാം ഞാൻ വിത്ത് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്ത പ്ലാന്റ്സ് ആണ്. ഇവിടെ നമ്മുടെ പാലച്ചെടിയെല്ലാം നന്നായിട്ട് ഫ്ലവറിങ് ആയി നിൽപ്പുണ്ട്, കണ്ടോ. അടുത്തൊരു വെറൈറ്റി കളറാണ്, പിങ്കും വൈറ്റും കൂടെ വരുന്ന മിക്സഡ് ആയിട്ടുള്ള കളറ്. നമ്മുടെ ഈ ബോൾസം പ്ലാന്റ്സിലൊക്കെ മെയിനായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നം മഴ സമയം വെയിൽ കഴിഞ്ഞിട്ട് മഴ തുടങ്ങുമ്പോൾ ഇതുപോലെ വിട്ടിലിൻ്റെ ശല്യം വരാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മുടെ മാജിക് പോലുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഫംഗിസൈഡ്സ് യൂസ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഇതുപോലെ ഡാമേജ് ആയി പോകും, കണ്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബോൾസം പ്ലാന്റ്സിന് മെയിനായിട്ട് കൊടുക്കുന്ന പോട്ടി മിക്സ് നന്നായിട്ട് ഉണങ്ങി ചാണകപ്പൊടിയും മണ്ണും മണലൂടെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മണൽ നമ്മൾ കൂടുതൽ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ മഴക്കാലം ആയാലും പ്ലാന്റ് അഴുകി പോകാതെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നതായിരിക്കും. അതുപോലെ മണലിട്ട് കൊടുത്താൽ മണ്ണ് ടൈറ്റ് ആവാതെ നന്നായിട്ട് നമ്മുടെ ഒടിച്ചുകുത്തി ഈ ഒരു പ്ലാന്റിന് ഒടിച്ചുകുത്തി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് നന്നായിട്ട് വേരോടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കണ്ടോ, നിറയെ മുട്ടുകളാണ് ഇങ്ങനെ വരുന്നത്, കണ്ടോ. നമ്മുടെ ഈ ഒരു ചെടിയുടെ പരിപാലനം പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്തുകൊണ്ട് നമ്മൾ ഈ ഒരു ചെടി വെക്കാനായിട്ട്. അതുപോലെ ഡെയിലി നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കുക. പ്രോപ്പറായിട്ടുള്ള വെയിലും വെള്ളവും എല്ലാം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് ഫ്ലവറിങ് ആവുന്ന ഒരു പ്ലാന്റാണിത്.
അപ്പോൾ വീട്ടിൽ മാത്രമല്ല ചില സമയങ്ങളിൽ പുഴുക്കൾ കയറാറുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കണ്ടോ നമ്മുടെ പ്ലാന്റ് അവർ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് കളയും. കണ്ടോ നന്നായിട്ട് നിറച്ച് ലീഫ് ഉണ്ടായിരുന്ന കമ്പാണത്, സ്റ്റെമ്മാണ്. അത് മുഴുവനായിട്ട് അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ഇവിടെയും അതുപോലെ തന്നെ കണ്ടോ. ഇങ്ങനെ ആയി പോവുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് ആ ഒരു ഭംഗി അങ്ങ് പോകും. അപ്പോൾ നമുക്കതിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഈ കാണുന്ന പ്രോഡക്റ്റാണ് മാജിക് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിലും ഇത് യൂസ് ചെയ്യാം. കുറച്ച് കെമിക്കലാണ്, അതുകൊണ്ട് പ്ലാന്റ്സിൽ മാത്രം യൂസ് ചെയ്യുക, പച്ചക്കറികളിൽ അതേ ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇത് നമുക്കൊരു 3-4 ഡ്രോപ്പ് ഒരു സ്പ്രേയിങ് ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വീട്ടിൻ്റെയും മറ്റും പുഴുക്കളുടെ ഒക്കെ ശല്യം നമുക്ക് മാറിക്കിട്ടും. മഴക്കാലത്ത് നമുക്ക് ഇതുപോലൊരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ മസ്റ്റായിട്ട് ആവശ്യമുള്ളതാണ്. ഞാൻ ഒരു ലിറ്ററിൻ്റെ ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 3-4 ഡ്രോപ്സ് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. കണ്ടോ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ചേരും വെള്ളത്തിൽ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിൻ്റെ ലീഫിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റ്സിൻ്റെ ലീഫിലൊക്കെ നമുക്കിത് സ്പ്രേ ആവുന്നതാണ്. കണ്ടോ നമ്മളിതുപോലെ സ്പ്രേ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മഴക്കാലം ആകുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സ് ഫുള്ള് ഡാമേജ് ആക്കും. വീട്ടിലും മറ്റുമൊക്കെ ആയിട്ട് ഫുള്ള് കഴിച്ച് കളയുന്നതാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള മരുന്നാണ്. ഒറ്റ യൂസ് തന്നെ നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. കണ്ടോ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പ്ലാന്റ്സിന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇവിടെ നമ്മുടെ ബോൾസം പ്ലാന്റ്സിൻ്റെ ലീഫെല്ലാം കംപ്ലീറ്റ് നമ്മളിതുപോലെ കണ്ടോ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പ്രോഡക്റ്റിനെ വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു ഫംഗിസൈഡ്സ് നമ്മുടെ പ്ലാന്റ്സിനിടയ്ക്ക് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ലീഫ് എല്ലാം ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്ലാന്റ്സിന് വലിയ ഭംഗി വരില്ല കാണാനായിട്ട്. അപ്പോൾ മഴക്കാലങ്ങളിലാണ് കൂടുതലും, വേനൽക്കാലം കഴിഞ്ഞിട്ട് ചെറുതായിട്ട് മഴ തുടങ്ങുന്ന സമയങ്ങളിലാണ് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ബോൾസം പ്ലാന്റ്സൊക്കെ പരമാവധി നമ്മൾ സീഡ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് പുതിയ കളേഴ്സ് നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പല നിറത്തിൽ പൂക്കൾ തരുന്ന ബോൾസം പ്ലാന്റ്സ് നമ്മൾ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും നമുക്ക് കാണാനായിട്ട്. കണ്ടോ ഇതുപോലെ ഞാൻ പല കളേഴ്സ് ഇപ്പോൾ ഇവിടെ മിക്സ് ആക്കിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നടാതെ തന്നെ വിത്തുവിന് ഒരുപാട് ബോൾസം പ്ലാന്റ്സ് നമ്മുടെ ചെടിച്ചട്ടികളിലും മറ്റൊക്കെ പൊടിക്കും. അതായത് ഇപ്പോൾ എൻ്റെ ഒരു ക്യാക്ടസ് പ്ലാന്റ് നിന്ന പോട്ടാണ്, ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടോ അപ്പോൾ അതിൻ്റെ ചുവട്ടിലായിട്ട് എങ്ങനെയോ വിത്ത് വീണിട്ട് പൊടിച്ചതാണ് നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റ് എന്ന് പറയുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ്. നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ ബോൾസം പ്ലാന്റ് ആണ്. നല്ല അടിപൊളി കളറാണ്. കണ്ടോ നല്ല ഡാർക്ക് കളറാണ് വരുന്നത്. ഈ ബോൾസം പ്ലാന്റ്സൊക്കെ നമ്മൾ ഇതിൻ്റെയൊക്കെ സീഡ് എടുക്കുകയാണെങ്കിൽ പുതിയ നല്ല കളേഴ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പൊതുവേ നമ്മുടെ ഈ ഒരു ചൈനീസ് ബോൾസം പ്ലാന്റ്സ് അങ്ങനെ സീഡായി വരാറില്ല. നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇതുപോലെ വിത്ത് ഇത്ര വന്നതിന് ശേഷം ഇതങ്ങ് പൊഴിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. ഡബിൾ ഷെയ്ഡ് വരുന്ന പൂക്കളാണ് ഇത് വരുന്നത്. കണ്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റ്സ്, അതിൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ തണ്ട് ചീയൽ പോലുള്ള പ്രശ്നമാണ് മെയിനായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതിന് നമ്മൾ സാഫ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ബോൾസം പ്ലാന്റ്സ് ഒക്കെ നടുന്നവർ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ സാഫ് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മൾ നടുമ്പോൾ ഇതിൻ്റെ ചുവട് ഭാഗത്തായിട്ട് നമ്മൾ മസ്റ്റായിട്ട് മണലിട്ട് കൊടുക്കുക. മണലിടുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ പുതിയ തണ്ട് നമ്മൾ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ വെറും മണലിൽ മാത്രം വെച്ചിട്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുന്നതായിരിക്കും. ഒരു തണ്ട് പോലും നമുക്ക് നശിച്ചു പോകാതെ വേര് പിടിച്ച് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ മണലിട്ട് കൊടുക്കുക. കാരണം പുതിയ തണ്ടിൽ നിന്ന് മുകൾ ഭാഗത്തിനായിട്ട് പുതിയ വേരുകൾ ഇങ്ങനെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മണലിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലെല്ലാം വേര് പിടിച്ചിട്ട് നമ്മുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ചൈനീസ് ബോൾസം പ്ലാന്റ്സൊക്കെ പൊതുവേ കണ്ടോ ഇതുപോലെ നമ്മൾ നടുന്ന പോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് തിക്കായിട്ട് കവറായിട്ട് വളരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ പുതിയ സ്റ്റെമ്മുകൾ ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതിലൊക്കെ മൊട്ടുകൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൈനീസ് ബോൾസം പ്ലാന്റ്സിലൊക്കെ ഞാൻ മെയിനായിട്ട് കൊടുക്കുന്ന വളമെന്ന് പറയുന്നത് ചാണകപ്പൊടിയാണ്. അപ്പോൾ പോട്ടി മിക്സായിട്ട് നമ്മൾ മണ്ണിൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട്. മീതെ നമ്മൾ ചാണകപ്പൊടി അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചിലപ്പോൾ സ്റ്റെം അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ പ്ലാന്റിൻ്റെ ചുവട് ഭാഗം എപ്പോഴും നീറ്റായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കണ്ടോ ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ പുതിയ റൂട്ടുകൾ ഇങ്ങനെ വരുന്നതിനനുസരിച്ച് ഞാൻ ലെയറായിട്ട് മണ്ണിലിട്ട് കൊടുക്കാറുണ്ട്. കണ്ടോ അപ്പോൾ ചൈനീസ് ബോൾസം പ്ലാന്റ് നടുന്നവർ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മുടെ ഓറഞ്ച് കളർ ചൈനീസ് ബോൾസം പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഓരോ ഞെട്ടിൽ നിറയെ മുട്ടുകൾ വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു പോട്ടിൽ ഞാൻ എന്താ നമ്മുടെ റോസ് കളറും വൈറ്റും കൂടെ മിക്സ് ആക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ മഴക്കാലത്തും മറ്റൊക്കെ നമ്മുടെ ബോൾസം പ്ലാന്റ്സിന് കൊടുക്കേണ്ട പരിപാലനത്തെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടുതലും നമ്മൾ പ്ലാന്റ്സ് റിലേറ്റഡുള്ള വീഡിയോസാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.